എല്ലാവർക്കും നമസ്കാരം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് കൂടി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഈ സമയത്തെ തണുപ്പിൻ്റെ ഇത് കാരണം ചെറിയൊരു കോൾഡ് പിടിവിട്ടിരിക്കുകയാണ്. സൗണ്ട് വല്ലാണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്കൊക്കെ എന്താ പരിപാടി? ഞാനൊരു ചെറിയ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സൗകര്യം കൊണ്ട് ഇംഗ്ലസായ ബീറ്ററോ ഓവനോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എന്നാൽ സ്വാദൊട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സാധാരണ കണ്ടുവരുന്നത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള പ്ലം കേക്കുകളാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല. അടുപ്പത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യണം. അതായത് കാരമലൈസ് ആയി വന്നതിന് ശേഷം അതിലേക്ക് ഏകദേശം 50 ഗ്രാം ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതേ കപ്പിൽ ഒരു അര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും കാഷ്യൂനട്ടും ബദാമുമാണ്. അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതെല്ലാം കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പൂവും ഒരു ഏലക്കയും കൂടി നന്നായിട്ട് പൗഡറാക്കി പൊടിച്ചെടുത്ത് അതും ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇളക്കി യോജിപ്പിക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ അതിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ 5 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് എടുത്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ട്രേ വേണം. അത് സാധാരണ ചോറ്റുപാത്രം പോലുള്ള പാത്രങ്ങളും എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇതുപോലൊരു സ്ക്വയർ ടൈപ്പുള്ള ട്രേ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു സാധാരണ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് ബട്ടർ തടവിയിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യോ ഓയിലോ വേണമെങ്കിൽ തടവാവുന്നതാണ്. ഇതിനിടയിൽ ഞാൻ അടുപ്പത്തൊരു സ്റ്റീമർ വെച്ച് റിങ് ഇറക്കി വെച്ച് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രേയിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെക്കുകയാണ്. അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു ചെറിയ അതിൻ്റെ മേലിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു 40 മിനിറ്റ് സമയം എനിക്ക് വേണ്ടി വന്നു ഇത് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട്. അതിനുശേഷം എടുത്ത് ഇത് കട്ട് ചെയ്ത് മുറിച്ചപ്പോൾ നല്ല സോഫ്റ്റായ ടേസ്റ്റിയായ ഒരു പ്ലം കേക്കാണ് കിട്ടിയത്. എല്ലാവർക്കും ഇന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും മേരി ക്രിസ്മസ്.